ഇതെൻ്റെ വൈഫ് കാണാൻ വേണ്ടിയും കൂടിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാനിത് പബ്ലിക്കായി ഇടാൻ വേണ്ടിയിട്ട്, ബിക്കോസ് അവളിവിടെ ഇല്ല ഗൈസ്. ഷീസ് ഗോഡ്. എന്താ സംഭവിച്ചു, ഇന്ന് മോർണിംഗൊക്കെ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഒരു ദുരന്തം നടന്ന് അതിന് അവൾ പോയി. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 2 ദിവസം മുമ്പേ ഒരു ഫാമിലി വ്ളോഗ് തെറ്റിപ്പിരിയൽ നാടകത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ച് നിർത്തിയതേ ഉള്ളൂ. ഇപ്പൊ അതാ അടുത്തേ വന്നേക്കുന്നു. ആരാന്നല്ലേ, നമ്മുടെ അൺബോക്സിംഗ് ഡ്യൂഡില്ലേ, ഓൻ തന്നെ. ഡ്യൂഡിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്താ കാര്യം? ഓൾഡ് ചോക്ലേറ്റിന്റെ കഷ്ടപ്പെനെടുത്ത് അത് വിളിക്ക് സഹിച്ചില്ല. ഓൾ അപ്പൊ തന്നെ ഇറങ്ങി ഓടി. ആരും കേക്കണ്ട. അല്ലാ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എന്തായാലും ഡ്യൂഡിന്റെ വീഡിയോ നമുക്ക് കണ്ടുനോക്കാം. അപ്പം ഇത് പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഓ മൈ ഗോഡ്. ഇതെൻ്റെ വൈഫ് കാണാൻ വേണ്ടിയും കൂടിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാനിത് പബ്ലിക്കായി ഇടാൻ വേണ്ടിയിട്ട്, ബിക്കോസ് അവളിവിടെ ഇല്ല ഗൈസ്. ഷീസ് ഗോഡ്. എന്താ സംഭവിച്ചു, ഇന്ന് മോർണിംഗൊക്കെ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഒരു ദുരന്തം നടന്ന് അതിന് അവൾ പോയി. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ കാണുമ്പോൾ ഉടനെ തന്നെ തിരിച്ചു വരിക ബേബി. ഞാൻ സൗണ്ടൊക്കെ പോയിട്ടോ, കുറേ ഫോൺ വിളിച്ച് എടുക്കുന്നില്ല. അപ്പം വീഡിയോ കാണാൻ എൽഫി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടതാണ്. മകളെ മടങ്ങി വരൂ, ഡ്യൂഡേട്ടായി നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പാവത്തിന് കണ്ണ് കണ്ടില്ലേ, ഇപ്പൊ കരയും. അതാണ് അവസ്ഥ. എന്നാൽ ഇവൻ ഈ ഗതി വന്നല്ലോ, എങ്ങനെ നടന്ന് ചെക്കനാണ്. ബാക്കി കണ്ടോക്കെ എന്തായാലും. ഐ എം യുവർ ഹസ്ബൻഡ് വെയിറ്റിംഗ് ഹിയർ. ഇത് എന്താ പറയുക, ചുമ്മാ പറയല്ലോ, സീരിയസ് ആയിട്ട് പറയണ. അയ്യോ, ഇതെങ്ങനെ പറയും ഗൈസ്? ഇത്രയും പറഞ്ഞില്ലേ, ബാക്കി അതുപോലൊക്കെ തന്നെ പറഞ്ഞാൽ മതി. വേഗം പറഞ്ഞാട്ടെ. ബാക്കിൽ അത് നടച്ചാലട്ടെ ഒരു മിനിറ്റ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇന്ന് മോർണിംഗ് ഒക്കെ ഞങ്ങൾ നല്ല ചില്ലായിട്ടിരിക്കുകയായിരുന്നു. ഒരു കുഴപ്പമില്ല, ഫുൾ ചിൽ വൈബൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചൊരു കുറച്ച് ലേസും ബിങ്കോയും കുറച്ച് ചോക്ലേറ്റ്. അവൾക്കാണ് എന്ത് ഭയങ്കര ചോക്ലേറ്റ് ക്രേവിങ്സ്. അപ്പം ഞങ്ങൾ ചെന്നാൽ കുറച്ച് ചോക്ലേറ്റും സാധനങ്ങളൊക്കെ വാങ്ങാം. അങ്ങനെ വാങ്ങി ഇൻസ്റ്റാമാർട്ട് ചെയ്ത് സാധനം ഇവിടെ എത്തി. ഞങ്ങൾ കഴിച്ചു, ലേസ് കഴിച്ചു, ബിങ്കോ കഴിച്ചു, പടമൊക്കെ തുടങ്ങി. പടമൊക്കെ കണ്ട് ജില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി കുഴപ്പമില്ല, ഇന്ന് രാത്രി ഞങ്ങൾ പുറത്തു പോയി, ഫുൾ വൈബായിരുന്നു. ഇന്ന് രാവിലെ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൾ ചോക്ലേറ്റ് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ചോക്ലേറ്റ് ഫുള്ള് കഴിച്ച്, എന്നിട്ട് ലാസ്റ്റ് ഫുള്ള് രണ്ട് ഗാലക്സി, 2 മഞ്ച്, പിന്നെന്തൊക്കെ ആയിരുന്നു എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനത്തെ കുറേ സാധനങ്ങളായിരുന്നു. എനിക്ക് പച്ച ലൈസ്, ഞാൻ ഇപ്പോൾ പച്ച ലൈസ് കഴിക്കണം. എനിക്ക് പച്ച ലൈസ് അങ്ങനത്തെ സാധനങ്ങളാണ്. വാങ്ങിയ സാധനത്തിന് തിന്ന സാധനത്തിന്റെയും എച്ച് കണക്ക് പറയാതെ കാര്യം എന്താണെന്ന് പറയട്ടെ ചെറുക്ക. കുറെ നേരമായിരുന്നു പച്ച ലൈസ്, മഞ്ഞ ലൈസ്, ഗാലക്സി എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമാക്കുന്നു. പ്രായം ഇത്ര ആയില്ലേ, കുറച്ചൊക്കെ നിലവാരം കാണിക്കുന്നേ. ബാക്കി പറഞ്ഞാലും ഇപ്പൊ ബേബി ഒരു കാര്യം മനസ്സിലാക്കണം, അത് ഞാൻ കഥ പറഞ്ഞിട്ട്. അങ്ങനെ ലൈസ് കഴിച്ച്, ബിങ്കോ കഴിച്ച്, ലാസ്റ്റ് ചോക്ലേറ്റ് എത്തി. ഞാനൊരു മഞ്ച് എടുത്ത് പിന്നെ ഞാൻ അവിടെ തന്നെ വെച്ച്. എൻ്റെ ഭാഗ്യം ഇവിടെ കോമഡി ഇല്ല, സീരിയസ് സംഭവം എന്താ വെച്ചാൽ നമുക്കത് കോമഡി ആയിരിക്കും, പക്ഷെ ചിലർക്ക് ഇത് കോമഡി അല്ല. നീ എന്ത് ചെയ്താലും കോമഡിയാണ് മോനെ, വളിച്ച കോമഡി ആണെന്നേ ഉള്ളൂ. നീ ധൈര്യമായിട്ട് പറഞ്ഞു. ഗാലക്സിയും കഴിച്ച് ഞാൻ TV കണ്ടോണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അലീച്ച കഴിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ എന്നിട്ട് അവളുടെ ഷർട്ടിൻ്റെ അവിടെ ഈ ഒരു ഭാഗത്ത് അതിൻ്റെ ഒരു കഷ്ണം അത് വീണു പോയതാ. വീണു പോയതല്ലേ, കവർന്നത് അലിഞ്ഞൊരു കഷ്ണം ചെറുത്, വീണതല്ലേ എന്ന് വിചാരിച്ച് എൻ്റെ കഷ്ടകാലത്തിന് ഞാനതിങ്ങനെ തോണ്ടി എന്ന് പറഞ്ഞാൽ ആ കഷ്ണം ഇങ്ങനെ എടുത്ത് വായിലിട്ടു. എൻ്റെ പോയിട്ടുണ്ട് ഫുൾ ടെറർ. അപ്പൊ ചോദിച്ചു ചോക്ലേറ്റ് അപ്പോൾ പറഞ്ഞ് ലാസ്റ്റ് പീസ് അവൾ മാറ്റി വെച്ചത്, അതായത് പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ മാറ്റി വെച്ചതായിരുന്നു കേസ്. ഇവിടെ അത് ലാസ്റ്റ് കഴിക്കാൻ വേണ്ടി. അയ്യേ, ഇവന്റെ വൈഫ് ചോക്ലേറ്റ് പാക്കറ്റിൽ നിന്ന് എടുത്ത് അവളുടെ ഡ്രസ്സിന്റെ മേലെ വെച്ച് പോരും. എന്തിനാണ്? ലാസ്റ്റ് കഴിക്കാൻ. എന്നിട്ടോ ഇവൻ അതെടുത്ത് കഴിക്കുകയും ചെയ്തു. നല്ല ബെസ്റ്റ് ടീം. ബാക്കി പറഞ്ഞതായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ കണ്ടപ്പം വീണ് പോയതാണ്. അലിഞ്ഞില് വെച്ച് ഇവിടെ വെക്കുമ്പോ കുറച്ച് ചെറുതായി അലിഞ്ഞിന്, ഗാലക്സി പെട്ട അലിയല്ലോ. ഇവിടെ ഉണ്ട്, ഞാൻ വായിട്ട് ഞാൻ അതേമാതിരി ഇങ്ങനെ എടുത്ത് കൊടുത്തു. പക്ഷെ അവള് വേണ്ട പറഞ്ഞ് ഞാൻ തന്നെ അത് കഴിച്ച്. ഞാൻ വിചാരിച്ചത് അതോടുകൂടി കഴിഞ്ഞു. പക്ഷെ ഷീ എസ്കലേറ്റഡ് ദ പ്രോബ്ലം ആൻഡ് ഷീ വാണ്ടഡ് അഗെയിൻ. അപ്പൊ ഞങ്ങൾക്ക് സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട് അവിടെ മൊത്തം ചറവര. എനിക്ക് ഇന്നത് പോയി, ഞാൻ ലാസ്റ്റ് തിന്നാൻ വെച്ചത് പോയി, മൊത്തം പോരും. അപ്പൊ ഞാൻ എന്താ പറയാ, എസ്കലേറ്റ് ചെയ്യേണ്ട വിചാരിച്ചിട്ട് ഞാൻ സ്വിഗ്ഗി എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ കഷ്ടകാലത്തിന് സ്റ്റോക്ക് ഔട്ട്. ഓ മൈ ഗോഡ് സ്റ്റോക്ക് ഔട്ടേ. മഞ്ച് പറ്റുമെങ്കിൽ മഞ്ച് പറ്റില്ല, മറ്റില്ലേ ഡയറി മിൽക്ക് പറ്റില്ല, ഇവൻ കിൻഡർ ജോയ് പോലും പറ്റില്ല. അവൾക്ക് ഗാലക്സി തന്നെ വേണം.
അങ്ങനെ ഞാൻ പറഞ്ഞ് നമ്മ പരിഹാരം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി വരുമ്പോഴത്തേക്കും അവള് ഞാൻ പോയി വാങ്ങിക്കോളാന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ച് അവള് ഊബർ വിളിച്ചു നോക്കിയാറില്ല, പക്ഷെ ഫ്ലാറ്റിൽ നിന്നും പോയി. ഈ രക്ഷപ്പെട്ടെന്ന് കരുതിക്ക മോനെ, പോയത് പോയി, ഇനി വെറുതെ അതിന്റെ പിന്നാലെ പോണ്ട. തിരിച്ചു വരുമ്പോഴേക്കും അവിടുന്ന് മുങ്ങിക്കോ. ഓരോരോ ടീംസ് ഇഷ്ട. ചോക്ലേറ്റ് കൊടുക്കാത്തോണ്ട് പിണങ്ങി പോയ ഭാര്യ, അതൊരു ഉളുപ്പില്ലാണ്ട് യൂട്യൂബിൽ വന്നിരുന്ന് വിളമ്പുന്ന ഭർത്താവ്. ആഹാ, നല്ല ബെസ്റ്റ് ഫാമിലി തന്നെ. ഇതും വല്ല പ്രാങ്കും മറ്റേ ആയിരിക്കും അല്ലയോ? ബാക്കി രണ്ടോക്കെ എന്തായാലും ഡയറി മിൽക്ക് അല്ല ഗാലക്സി വാങ്ങി. ദിസ് ഇസ് ക്രേസി. ഓ മൈ ഗോഡ്, എനിക്ക് ഇത്രയൊക്കെ ക്രേവിങ്സ് ചോക്ലേറ്റിനോട് ഉണ്ടാവും. ചോക്ലേറ്റിനോട് ക്രേവിങ്സ് ഒക്കെ ഉണ്ടാകും, പക്ഷെ ഇത്രക്ക് അങ്ങോട്ട് ഉണ്ടാവൂല. ഇതിനൊന്നും ക്രേവിങ്സ് എന്നല്ല പറയാ, തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുടുങ്ങിയ പ്രശ്നമാണ്. ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയൊക്കെയാണ് പറയാറ്. ബാക്കി പറഞ്ഞായിരുന്നു. സോ ഞാൻ ഇപ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇപ്പത് പോസ്റ്റ് ചെയ്യാണ്. എല്ലാരും അറിയട്ടെ, അവളുടെ ചോക്ലേറ്റ് ഇടാന്ന് എല്ലാരും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ അത് ചെയ്യുന്നത്. ബട്ട് നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഈ ലാസ്റ്റ് ബൈറ്റ് കിട്ടാത്തതിന് ഇങ്ങനെയൊക്കെ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താഴത്ത് കമന്റ് കേസ്. എനിക്കിങ്ങനെ അറിയില്ല. ഇല്ല, ആരില്ല. ഈ ലോകത്ത് തന്നെ ഇങ്ങനെ ഒരാൾ നിന്റെ കെട്ടിയോള് മാത്രമേ ഉള്ളൂ. നീ ലക്കിയാണോ മോനെ? സന്തോഷിച്ചാട്ടെ. ബാക്കി പറഞ്ഞു. ഇപ്പൊ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഗാലക്സി എന്നെ കാണുന്നില്ലല്ലോ, വേറെ ചോക്ലേറ്റ് ആയാലും പോരെ. എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഐ എം ഹെൽപ്ലെസ് ഗൈസ്. അപ്പൊ നമ്മുടെ കുട്ടീനെ കാണാനില്ല. ഈ വീഡിയോ ഇടുമ്പോൾ ആരെങ്കിലും ഇതിപ്പം തന്നെ ഇടല്ലോ, അപ്പം ഇപ്പം തന്നെയാണ് പോയതും. സോ ആരെങ്കിലും ഒരു ഗേൾ ഷോപ്പിൽ നിന്ന് ഗാലക്സി വേണമെന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ ഗാലക്സി കൊടുക്കണം. ഓക്കെ, മോന്ത് കിട്ട് പൊട്ടിച്ചാ മതിയോ? അല്ല, നിന്റെ വീഡിയോ കണ്ട ശേഷമാണ് ഇവിടെ കാണുന്നതെങ്കിൽ ആരായാലും അങ്ങനെ ചെയ്യൂ. ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ബാക്കി പറഞ്ഞി. ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നത്തിലേക്കാണ് താക്കളത്. കാരണം ഒരുവിധ ഷോപ്പിലൊന്നും ഗാലക്സി ഉണ്ടാവില്ല, എല്ലായിടത്തും മഞ്ജു ഡയറി മിൽക്ക് കേക്ക്. എന്നാ പിന്നെ നിന്റെ കെട്ടിയോൾക്ക് വേണ്ടി മാത്രം ഗാലക്സിന്റെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങി കൊടുക്കണ ചെറുക്ക. എന്നാ പിന്നെ നാട്ടുകാർക്ക് ഇതൊന്നും കാണേണ്ടിയും കേൾക്കേണ്ടിയും വരില്ലല്ലോ. നീ ബാക്കി പറഞ്ഞാലും. എന്തൊക്കെ അവിടെ നിന്ന് എന്തൊക്കെ ഈ കൊച്ചു കാലത്ത് നടക്കണത്. ഇനി ഇവിടെ ആരെയും പിടിച്ച് തല്ലോ പഠിച്ചോനെ ഗാലക്സി ഇല്ലാന്നിട്ട് നല്ല കലിപ്പില്ല. ഈ വീഡിയോ കാണുമ്പോൾ മിക്കവാറും എന്റെ കാര്യം തീരുമാനമാവും, അത് വേറെ കാര്യം. എനിവേ, ഞാനൊരു പോളിസി എടുത്തിരിക്കാം. ഇതിന്റെ അപ്ഡേറ്റ് ഞാൻ നാളത്തെ വീഡിയോയിൽ തരാം. എന്താണ് പറഞ്ഞ് തിരിച്ചു വന്നാൽ അറിയുള്ളൂ എന്താണ് സംഭവം. ഐ എം സോ എക്സൈറ്റഡ് ടു നോ അബൌട്ട് ദി സ്റ്റെപ്സ്. അയ്യോ, നിങ്ങൾ താഴെ കമന്റ് ചെയ്തിട്ട് അവൾ കാണാൻ വേണ്ടി താഴെ നിങ്ങളുടെ എല്ലാം കമന്റ്. ഓക്കെ, കമന്റ് സെക്ഷൻ മൊത്തം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം കമന്റ്. അവളിത് കാണണം. യു നോ വാട്ട് ഐ മീൻ. സോ മാക്സിമം കമന്റ്. പിന്നെ നിങ്ങൾ ഇനി അവളെ സപ്പോർട്ട് ചെയ്യാനോ ഓക്കെ, കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ഇതേമാതിരി പ്രാന്തുണ്ടെങ്കിൽ അതും താഴത്ത് കമന്റ് ചെയ്തോ. ഇങ്ങനെ അടി പണിയൊക്കെ തരുന്നത്. ഓക്കേടാ, കമന്റ് ചെയ്ത് നിന്റെ വീഡിയോക്ക് നല്ല റീച്ച് ഉണ്ടാക്കി തരാം പോരെ? അതല്ലേ നിന്റെ ആവശ്യം. അതിനു വേണ്ടിയല്ലേ നീ കെട്ടുന്ന ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നത്. പ്രാങ്ക് പണി എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ഭാര്യ വരെ കണ്ടന്റ് ആക്കുന്നു. കഷ്ടം. അല്ലാതെ എന്ത് പറയാനാണ്. ഇനി വൈഫ് തിരിച്ചു വന്നെന്നും പറഞ്ഞുകൊണ്ട് വേറൊരു വീഡിയോ കൂടി ഇവൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും കണ്ടോക്കാം. രാവിലെ തന്നെ നല്ല ഇളം മഴ. Look at this. മൂട്. ഈ മൂടിൽ നല്ലൊരു കട്ടൻ കൈ കൂടെ എന്റെ സ്പെഷ്യൽ കട്ട്ലേറ്റ്. കണ്ട കട്ട്ലേറ്റ് കരിഞ്ഞു പോയിട്ടൊന്നും ഇല്ല കേട്ടോ. കണ്ട അപ്പുറത്തും പെർഫെക്റ്റ്. ഞാൻ ഉണ്ടാക്കി കട്ട്ലേറ്റ് ആയിട്ട് പറയില്ല, ടേസ്റ്റാ. ഫുഡ് കഴിച്ച് വന്നപ്പോ നമുക്ക് ആമസോണിൽ 2 പ്രൊഡക്ട്സ്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം, അവിടേക്ക് ചോക്ലേറ്റ് ഇട്ടായിട്ട് അവിടെ ഷോപ്പിൽ പോയി ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഇന്നലെ കഴിച്ചിട്ട് എനിക്കും തന്നു. എന്നിട്ട് അവള് നമ്മളെ വീഡിയോ കമന്റും ചെയ്തിരുന്നു, താഴെ ഷോപ്പിൽ പോയതാടാ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് കോമഡി ആയിരുന്നു. അപ്പം നമുക്ക് ഇന്ന് കുറച്ച് ചോക്ലേറ്റ്സ് കൂടി അവൾക്ക് വാങ്ങിക്കൊടുക്കാം നമ്മുടെ സ്നേഹത്തിന്. പിന്നെ ഇന്ന് വന്ന പ്രൊഡക്ട്സ് മൊത്തം അവളെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ് കേസ്. അടുത്ത പഠിക്കുക. ലുക്ക് അറ്റ് ദിസ് കേസ്. ബനാന. ദിസ് ഇസ് കോൾഡ് ബനാന, പക്ഷെ ഇത് ഫേക്ക് ബനാന ആണ്. കണ്ട, നമുക്ക് ഇതിലിങ്ങനെ ബ്ലുപ്പ് ബ്ലുപ്പ് സാറ്റിസ്ഫാക്ഷൻ. കണ്ട, ഫസ്റ്റ് നമുക്ക് ഈ ബനാന വെച്ച് അൽഫിനെ പ്രാങ്ക് ചെയ്യാം. ഇങ്ങനെ പ്രാങ്ക് ചെയ്യാൻ മാത്രമായിട്ടൊരു ജന്മം. ഇവനൊന്നും മടുക്കുന്നില്ലെന്നാവോ? എത്രാമത്തെ പ്രാങ്കാണ് ഇവനി ചെയ്യുന്നത്? ജനിച്ച് അന്ന് തുടങ്ങിയതാണ് ഇവന് പ്രാങ്ക് ഉണ്ടാക്കാൻ. ഇതൊന്നും കാണുന്നവർക്ക് മടുപ്പില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പ്രാങ്ക് എന്ന് പേരിട്ട് ഓരോ കോപ്രായങ്ങൾ ഇഷ്ടമാണ്. ഫുൾ സ്ക്രിപ്റ്റഡ് ആണെന്ന് ആർക്കാണ് അറിയാത്തത്? എന്നാലും പിന്നെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നീ ബാക്കി പറ മോനെ. സ്മെല്ലവിടെ സെയിം സ്മെല്ല്, കടിച്ച് തിന്നാൻ തോന്നുന്ന സ്മെല്ലുണ്ട് കേട്ടോ. ഇനി എന്താ എനിക്ക് പെർഫ്യൂം അടിച്ചാൻ തോന്നുന്നത്. അപ്പൊ ഇതെങ്ങനെ പ്രാങ്ക് ചെയ്യും, ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് തന്നെ ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നത്. ഈ ബുദ്ധിപരമായിട്ട് ഞാൻ ആലോചിച്ചിട്ട് ഇതിന് പറ്റിയൊരു സ്ക്രിപ്റ്റ് എനിക്ക് കണ്ടുപിടിക്കണം. ഗിവ് മി സം ടൈം. നമ്മൾ ഇന്നത് പ്രാങ്ക് ചെയ്യും, കുറച്ച് ടൈം ഉണ്ടാകും. അപ്പോഴത്തേക്ക് നമുക്ക് ഞാൻ ആലോചിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ചോക്ലേറ്റ് ഓർഡർ ചെയ്ത് അവൾക്ക് കൊടുക്കും. ഗൈസ്, അപ്പം നോക്കാം. അങ്ങോട്ട് 2 ഗാലക്സി. വിളിച്ചടിപ്പോയ ബേബി.
അല്ല ആരാപ്പത്? ചോക്ലേറ്റ് കിട്ടാത്തതിന് പെടുങ്ങി പോയ പെണ്ണല്ലപ്പത്. ഇതെപ്പ തിരിച്ചു വന്നു? കണ്ടതില് സന്തോഷം. ബാക്കി ഉണ്ടോക്കട്ടെ. നീ എന്താണ് ആ വീഡിയോയിൽ പറഞ്ഞ? ഞാൻ ഒളിച്ചോടി പോയതോ. ഇത് നോക്ക്. എനിക്ക് നാളെ ആ താഴത്തെ ഷോപ്പിൽ ഞാൻ പോയതാണ്. അതിന് മുന്നേ ഇവൻ മഞ്ച് തിന്നു തീർത്ത്. ഇവന് ഞാൻ അതിന്റെ പകുതി ഞാൻ കൊടുത്തു. ഞാനിങ്ങനെ കഷ്ണം മുറിച്ച് പകുതി. ഈ ഒരു എത്ര ഉള്ള സാധനമായിരുന്നു എന്നറിയോ? എന്നാലും ബേബി ഒരു നീ വീഡിയോ എന്ത് ഡ്രാമയാണ് സാരി. നീ എന്നേക്കാ വലിയ ഡ്രാമ. അതറിയാം. രണ്ടുപേരും നല്ല ഒന്നാം തരം ഡ്രാമയാണ് കളിച്ചതെന്ന് കാണുന്നവർക്ക് മനസ്സിലായിരിക്കും. എന്നിട്ട് ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ വന്നിരുന്ന അടുത്ത ഡ്രാമ കളിക്കാൻ നോക്കാണ് രണ്ടും കൂടെ. ഇത് ഏത് വരെ പോകുന്നു നോക്കാം. മോള് ബാക്കി പറ. കാണിച്ചു തരാം. ഞാൻ കണ്ടോ ഇത്ര ഉള്ള പാക്ക് നമ്മൾ മേടിച്ചു. നമ്മൾ ഷുഗർ കട്ട് ആയതുകൊണ്ട് ഒരുപാട് ഷുഗർ കട്ടാണ്ട് ഒരുപാട് മേടിച്ചില്ല പോലും. ഷുഗർ കട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഷുഗർ തീരെ തിന്നാണ്ടിരിക്കലാണ്. എന്നിട്ട് ഷുഗർ കട്ടായിട്ട് ഒരുപാട് മേടിച്ചില്ല പോലും. എന്തുകൊണ്ട് ഇതൊക്കെ ബാക്കി പറഞ്ഞു. കറക്റ്റ് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിങ്ങനെ കട്ട് ചെയ്ത് അങ്ങനൊന്നും അത്ര തന്നില്ല. ഒരു ചുള്ളി കഷ്ണം തന്നു. എന്നിട്ട് നിന്റെ ഇവിടെ 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 ഒന്ന് വീണ ഒരു കഷ്ണം ഞാൻ എടുത്തുള്ളൂ. ആകെ ചെറിയൊരു സാധനം. ഇതിനകത്ത് ഞാൻ കഴിച്ചതാക്കണം. ഞാൻ പറയട്ടെ. ഞാൻ കാണിച്ചില്ല. ഇവിടെ ഈ ഒരു പോർഷൻ നിന്റെ മേല് വീട് കിടന്നപ്പോ ഞാൻ എടുത്ത്. ആ ഒരു പോർഷനാണ് നീ എടുത്തത്. പക്ഷെ അതിന് മുന്നേ നിനക്ക് ഇത്രയുള്ള പോർഷൻ തന്നു. ഇല്ല അത്ര ഞാൻ തിന്നതായിട്ട് എന്റെ ഓർമ്മയില്ല. ഇനി അതെ നിനക്ക് എനിക്ക് ഞാനത് തിന്നതായിട്ട് എന്റെ ഓർമ്മയിലില്ല എന്ന് പറ. ഇവിടെ ടിവിയിൽ നോക്കി നന്ന് തിന്നുമ്പോ നീ അറിയുന്നില്ല. ലാസ്റ്റ് പീസ് അല്ലേ ഞാൻ പറയാനുള്ള വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ സുഹൃത്തുക്കൾക്ക് ഞാനെല്ലാം പറഞ്ഞു. വീഡിയോയില് കുറെ കള്ളത്തരം പറഞ്ഞ കിട്ടുന്നത് വലിയ സത്യം മാത്രമേ പറയുള്ളൂ. എനിക്ക് ദേഷ്യം വന്ന് ഞാൻ പോയി. എന്നിട്ട് ഞാൻ അന്തസ്സായിട്ട് അവിടുത്തെ കടയിൽ കറങ്ങി അഭിനയിക്കുന്നു. ഇപ്പൊ തന്നെ ഡ്യൂഡിന്റെ കാറ്റ് പോയല്ലേ. എന്താണ് മോളതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഒരു ദിവസം കഴിഞ്ഞു പോണെങ്കിൽ എന്തൊക്കെ കാണണം അല്ലേ? വല്ലാത്ത ചാർജ് ഇഷ്ടം. ഇനി നേരത്തെ കാണിച്ച ആ പഴം വെച്ച് ഡ്യൂഡിന്റെ ഒടുക്കത്തെ പ്രാങ്കിട്ട മക്കളെ അതും കൂടെ ഉണ്ട് നമുക്ക് നിർത്താം. പൊട്ടിക്കറി പിടിച്ചിന്റെ പൊന്നോ. അങ്ങനെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. നല്ല രസമല്ല സ്മെല് ചെയ്തോക്ക്. ഇത് മുല്ലപ്പൂന്റെ സ്മെല്. ഇത് വല്ല മറ്റേ ഈ റൂം ഫ്രഷ് അങ്ങനെ എന്തെങ്കിലും അങ്ങനൊന്നുമല്ല. ഒരു ടോയ് ആയിട്ട് എനിക്ക് ലിപ്സ്റ്റിക് ഒക്കെ ആക്കി. എന്തുവാ നീ ചെയ്ത അൽഫി? ലിപ്സ്റ്റിക് ആവുന്നതല്ല പൊട്ടോ. നല്ല വെള്ള കളറുള്ള സാധനം ലിപ്സ്റ്റിക് ഒക്കെ ആക്കി. എന്ത് കഷ്ടാ. ഇത് പൊട്ടിപ്പോ. അങ്ങനൊന്നും ചെയ്യല. ഞാനത് ഇത്ര നേരം ഞാൻ നല്ലോണം കൊണ്ടുവരുന്നത്. ഓളെ കയ്യിൽ 10 സെക്കൻഡ് കിട്ടിയപ്പോ ഇതിന്റെ പോലെ കണ്ടില്ലേ കുരുട്ട്. അതിനെ കൊന്നോ നീ അതിനെ കൊല്ലാണോ? ഇവിടെ ക്രൂരമായി വന്ന പൊട്ടാണ് ഇതങ്ങനെ കളിക്കുന്നതല്ല. എടാ പഴം കൊണ്ടടാ. ഞാൻ കളിക്കട്ടെ. നശിപ്പിച്ച് പുറത്തല്ല മാറട്ടെ. ഇത് വർക്കാവാന്ന് അറിയില്ല. നെക്സ്റ്റ് ഇവിടെ പഴം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ട്രൈ ചെയ്യും. നമ്മളെല്ലാ പ്രായവും ട്രൈ ചെയ്യണമെന്നല്ലേ കുട്ട. ട്രൈ ഞാൻ അവിടെ പോയിട്ട് അവിടെ ഇരിക്കട്ടെ. നമ്മൾ ട്രൈ ചെയ്യും. ഓക്കെ. സുന്ദര ഞാനും ബേബി എന്നാണ് നീ കിടന്ന സുന്ദരി നീയും തേർന്നിരുന്നതാ. സുന്ദര നീയും സുന്ദര ഞാനും ഓർന്നിരുന്ന എന്താണ് നമ്മളുടെ ഇത് നോക്കി. നമ്മളുടെ ഭംഗി നോക്കി. ഇങ്ങോട്ട് നോക്കോ.
എന്താ നീ ഉദ്ദേശിക്കുന്നത് ഒന്ന് പറയൂ. എന്താ നിനക്ക് പ്രശ്നം? അതെന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത്. എന്താണ് നിങ്ങളെ പ്രശ്നം? മറ്റൊരു പഴം കൊണ്ടുവന്ന് ഓളുടെ കഴുത്തിൽ കുത്തുന്നു, എന്നിട്ട് ആ പഴം എടുത്ത് തിന്നുന്നു. എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? ടൂറ് മെഴുകി കഴിഞ്ഞ് രണ്ടും കൂടെ. ഇവർക്ക് മാത്രം ഇത് ഇവിടുന്ന് കിട്ടുന്ന ഇത്രയും വലുപ്പത്തരം. കേരളത്തിൽ ഇത്രയും ക്രിഞ്ചി ഫെസ്റ്റ് നടത്തുന്ന കപ്പിൾസ് വേറെ ഉണ്ടാവൂല. എന്ത് വ്ളോഗാണ് ഇതൊക്കെ? പ്രാങ്ക് ഒന്നും പേരിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് വല്ല ബോധമുണ്ടോ? വന്ന് നല്ല ബോറാവുന്നുണ്ട് കേട്ടോ മക്കളെ. ഇനിയെങ്കിലും ഒന്ന് മാറ്റി പിടിക്കും, വൃത്തിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യും. എന്താ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.